ഇന്ത്യയിൽ സാധനങ്ങളുടെ വില കുറയുന്നു നെക്സ്റ്റ് ജെൻ ജി എസ് ടിയുടെ. ഇതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. അതുപോലെ ഈ ജി എസ് ടിയിലെ കുറവ് സാധാരണക്കാരിൽ എത്താതിരിക്കാനുള്ള 2 കാരണങ്ങൾ കൂടി ഈ വീഡിയോയിലൂടെ നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. നമസ്കാരം, ഞാൻ ഷമീർ ബഷീർ. നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ഓഗസ്റ്റ് 15 നമ്മുടെ പ്രധാനമന്ത്രി ഒരു പ്രസംഗത്തിലൂടെ നമ്മൾ ഇന്ത്യക്കാർക്ക് കുറച്ച് ഗിഫ്റ്റ് തരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഗിഫ്റ്റ് വേറൊന്നുമല്ല, ജി എസ് ടിയിലുള്ള റേറ്റ് റിഡക്ഷനാണ്. അതായത് നിലവിലുണ്ടായിരുന്ന വലിയ റേറ്റ് കുറച്ച് സാധാരണക്കാർക്ക് അഫോർഡബിൾ ആകുന്ന രീതിയിൽ, അതായത് ജി എസ് ടി റേറ്റ് ഒരുപാട് കുറയ്ക്കുക, ചിലതിന് 0% ആക്കുക എന്നുള്ളൊരു കൺസെപ്റ്റാണ്. അപ്പോൾ അതിലൂടെ നമ്മുടെ സാധാരണക്കാരുടെ പല എക്സ്പെൻസുകളും കുറയും, അല്ലെങ്കിൽ പല പർച്ചേസുകളും കുറഞ്ഞ റേറ്റിൽ നമുക്കിനി ചെയ്യാൻ കഴിയുന്നതാണ്. 2017 ജൂലൈയിലാണ് നമ്മുടെ ഇന്ത്യയിൽ ജി എസ് ടി ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. ശരിക്കും അന്ന് പ്രതീക്ഷിച്ചിരുന്നത് വളരെ കുറഞ്ഞ റേറ്റിലുള്ള ജി എസ് ടി റേറ്റുകളാണ്, അല്ലെങ്കിൽ പല ഗുഡ്സിനും ഉള്ള ടാക്സ് റേറ്റുകൾ കുറവായിരിക്കും. ശരിക്കും നമുക്കത് അങ്ങനെയല്ല ലഭിച്ചത്. പല റേറ്റുകളും 28% ആണ്, കൂടിയ റേറ്റൊക്കെ ആയിരുന്നു. പിന്നീട് കുറച്ച് നാളുകൾക്ക് ശേഷം കുറച്ച് ജി എസ് ടി 28% ഉണ്ടായിരുന്ന പല ഐറ്റംസും 18% കുറയുകയുണ്ടായിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്നിരുന്നാലും ഇംപ്ലിമെൻറ്റ് ചെയ്ത സമയത്ത് നമുക്ക് നമ്മുടെ പ്രതീക്ഷകളെയൊക്കെ തെറ്റിച്ചുകൊണ്ട് ജി എസ് ടി റേറ്റ് കൂടുകയായിരുന്നു. ഇപ്പോൾ വന്നിരിക്കുന്ന നെക്സ്റ്റ് ജെൻ ജി എസ് ടി ഇപ്പോൾ കുറച്ചുകൂടി നല്ലതായിരിക്കും, അല്ലെങ്കിൽ പബ്ലിക്കിന് കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കുമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം വേറൊന്നുമല്ല, 28%ഉം 12% എന്ന് പറഞ്ഞ 2 ജി എസ് ടി റേറ്റുകളെ മൊത്തത്തിൽ ജി എസ് ടിയിൽ നിന്നും ഒഴിവാക്കുകയാണ് ചെയ്തത്. അതായത് നമുക്ക് മെയിനായിട്ടുണ്ടായിരുന്ന ജി എസ് ടി റേറ്റുകൾ 0%, 5%, 12%, 18%, 28% ആണ്. അപ്പോൾ ഇത്രയും പെർസെൻറ്റേജുകൾ ഉണ്ടായിരുന്ന സിറ്റുവേഷനിൽ അതിൽ നിന്നും ഇനി 5%ഉം 18% മാത്രമേ ഉള്ളൂ. അപ്പോൾ 28% ഉണ്ടായിരുന്ന ഐറ്റംസിനെ എല്ലാം നമ്മളിപ്പോൾ 18%ലോട്ട് മാറ്റിയിരിക്കണം. അതുപോലെ തന്നെ 18% ഉണ്ടായിരുന്ന പല ഐറ്റത്തിൻ്റെ റേറ്റ് കുറച്ചിട്ടുണ്ട്, 5% ആക്കിയിട്ടുണ്ട്, ചിലത് ടാക്സ് എമൗണ്ട് 0 ആക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ 12% ഉണ്ടായിരുന്ന ഐറ്റംസിനെ എല്ലാം 5%ലോട്ട് 0%ലോട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ജി എസ് ടിയുടെ റേറ്റ് കുറയുമ്പോൾ സ്വാഭാവികമായിട്ടും പ്രോഡക്റ്റിൻ്റെ വാല്യൂ അല്ലെങ്കിൽ വില കുറയും. നമ്മൾ പർച്ചേസ് ചെയ്യാൻ പോകുമ്പോൾ ഈ ജി എസ് ടിയുടെ കുറവ് എന്തായാലും നമുക്ക് റിഫ്ലക്ഷൻ ഉണ്ടാവും, അതായത് അത്രത്തോളം വില വ്യത്യാസം ഉണ്ടാവും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണ്. ഇനി ഇത് എത്രത്തോളമാണെന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി ഉദാഹരണം പറയാം. അതായത് ഇപ്പോൾ നമ്മൾ മോട്ടോർ വെഹിക്കിൾസിലാണ്. മോട്ടോർ വെഹിക്കിൾസ് സ്മാൾ കാർ എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിൽ 1200 cc വരെയുള്ള പെട്രോൾ കാറുകൾ, 4 മീറ്ററിലാണ് അവരുടെ ലെങ്ത് പറയുന്നത്, 4 മീറ്ററിൽ താഴെയുള്ള അല്ലെങ്കിൽ 4 മീറ്റർ വരെയുള്ള കാറുകളിൽ 1200 cc വരെയുള്ള പെട്രോൾ എൻജിൻ, അതുപോലെ തന്നെ ഡീസൽ ആൻഡ് ഹൈബ്രിഡ് വരുന്ന അതിൽ 1500 cc ആണ്. അപ്പോൾ ഇത്രയും വരുന്ന കാറുകളെ സംബന്ധിച്ചിടത്തോളം ജി എസ് ടി 28% നിന്ന് 18% കുറഞ്ഞു. ഇനി അത് മാത്രമല്ല, ഈ വെഹിക്കിൾസിനെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം വരുന്നത് 28%-നോടൊപ്പം വീണ്ടും സെസ് എമൗണ്ട് ഉണ്ടാവും. പെട്രോളിനുമുണ്ട്, അതുപോലെ ഡീസൽ കാറുകൾക്കും സെസ് എമൗണ്ട് ഉണ്ട്. അപ്പം 2%, 3% ഒക്കെ ഇതിനോടൊപ്പം ആഡ് ആവും. 28%-നോടൊപ്പം വീണ്ടും പെർസെൻറ്റേജ് ആഡ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെയാണ് നിലവിൽ നമ്മുടെ വാഹനം വിറ്റുകൊണ്ടിരുന്നത്. ഇത് സ്ട്രെയിറ്റ് ആയിട്ട് 18% കുറയും. അപ്പോൾ 18%-ലോട്ട് കുറയുമ്പോൾ നമ്മളൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഏകദേശം 1,28,000 അല്ലെങ്കിൽ 1,30,000 രൂപ വാല്യൂ ഉള്ള ഒരു വാഹനം, എക്സ്ഷോറൂം പ്രൈസ് ഉള്ള ഒരു ബൈക്കോ അല്ലെങ്കിൽ ഒരു വാഹനമാണെന്ന് വിചാരിക്കുക. അത് വാങ്ങുമ്പോൾ അതിൻ്റെ കുറവെന്ന് പറയുന്നത് 1,18,000-ലോട്ട് കുറയും. ഏകദേശം 12,000 രൂപയോളം ഈ 1,30,000 രൂപ ഉണ്ടായിരുന്ന ഒരു വാഹനത്തിൽ കുറയും. അപ്പോൾ അത് ഒരു കാറാണെന്നുണ്ടെങ്കിൽ അത് 12 ലക്ഷം 13 ലക്ഷം ആവുന്നത് അത് 11,80,000 രൂപ, അത് 1 ലക്ഷം രൂപയ്ക്ക് മുകളിൽ സ്വാഭാവികമായിട്ട് റേറ്റ് റിഡക്ഷൻ വരും. അപ്പോൾ 1 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള റേറ്റ് റിഡക്ഷൻ എങ്ങനെയൊക്കെ നമ്മൾ സാധാരണക്കാരന് ഹെൽപ്പാവും? ഒന്ന്, ഇൻഷുറൻസ് എമൗണ്ട് കുറയും. അപ്പോൾ ഈ എക്സ്ഷോറൂം പ്രൈസിൻ്റെ മുകളിലാണ് ഇൻഷുറൻസ് എമൗണ്ട് വരിക. ഈ ഇൻഷുറൻസ് എമൗണ്ട് കുറയും. അതുപോലെ റോഡ് ടാക്സ് വർക്കൗട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? നമ്മുടെ ഈ എക്സ്ഷോറൂം പ്രൈസ്, അതുപോലെയുള്ള ബാക്കി രജിസ്ട്രേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള TCS പോലുള്ള ഇൻകം ടാക്സിൻ്റെ കളക്ഷനൊക്കെ ഉണ്ട്. അതെല്ലാം ആഡ് ചെയ്ത് ആ എമൗണ്ടിൻ്റെ മുകളിലാണ് നമ്മൾ ഈ റോഡ് ടാക്സ് വർക്കൗട്ട് ചെയ്യുന്നത്. സ്വാഭാവികമായിട്ട് വാഹനത്തിൻ്റെ വില കുറയുമ്പോൾ റോഡ് ടാക്സും കുറയും. നെറ്റ് എഫക്റ്റ് വലിയൊരു എമൗണ്ട് ഡിഫറൻസ് നമുക്ക് സാധാരണക്കാരന് ഈ പറഞ്ഞ പോലെ 1200 cc എഞ്ചിന് താഴെ കപ്പാസിറ്റി ഉള്ള പെട്രോൾ വാഹനമോ അല്ലെങ്കിൽ 1500 cc വരെയുള്ള കാറുകളോ വാങ്ങുമ്പോൾ കിട്ടും. അതായത് നമുക്ക് വാഹനങ്ങളെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ 4 മീറ്ററിന് മുകളിലുള്ള
വാഹനങ്ങൾക്ക് ഇതല്ല റേറ്റ് വരിക, റേറ്റ് മാറും. അത് 40% കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. 40% കൺവേർട്ട് ചെയ്യുക എന്ന് പറയുന്നത് 28% നിന്ന് 40% ആണെന്ന് കൺവേർട്ട് ചെയ്യുകയാണെന്ന് നിങ്ങൾ വിചാരിക്കരുത്. റേറ്റ് സെയിം ആണ്. റേറ്റ് 28 നിന്ന് സ്പെഷ്യൽ റേറ്റ് ആയിട്ടുള്ള 40 കൺവേർട്ട് ആവുന്നുണ്ടെങ്കിലും നെറ്റ് എഫക്റ്റ് 50 മുകളിൽ നമ്മൾ പെർസെൻറ്റേജ് നമ്മൾ ഈ കാറ് വാങ്ങാൻ വേണ്ടി 4 മീറ്ററിന് മുകളിലുണ്ടായിരുന്ന കാറുകൾ വാങ്ങാൻ വേണ്ടി നമ്മൾ കൊടുത്തിരുന്നു എന്നുള്ളതാണ് സത്യം. ശരിക്കും ഞാൻ അതൊരു നെക്സ്റ്റ് ജെൻ GST റിഫോംസിനെ കുറിച്ചിട്ടുള്ള ഈ സീരീസ് ഓഫ് വീഡിയോസിനകത്ത് നെക്സ്റ്റ് ഒരു സ്പെഷ്യൽ വീഡിയോ ആയിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതായത് കാറുകളും ബൈക്കുകളൊക്കെ വാങ്ങുന്ന ഒരാൾക്ക് GSTയിൽ എങ്ങനെയാണ് ഡിഫറൻസ് ഉണ്ടാവുക, എത്രത്തോളം ഡിഫറൻസ് നമുക്കതിൽ ബെനിഫിറ്റായി ലഭിക്കും. ഇനി അതുപോലെ തന്നെ 350cc മുകളിലുള്ള ബൈക്കുകൾക്ക് ശരിക്കും പറഞ്ഞാൽ വില കൂടുകയാണ് ചെയ്യുന്നത്. നിലവിലുണ്ടായിരുന്ന എമൗണ്ടിനേക്കാളും വില കൂടുകയാണ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ അങ്ങനെ വാഹനം വാങ്ങാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നമ്മൾ ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അതായത് ഗവൺമെൻറ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് 22-ാം തീയതി മുതലാണെന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അതിന് മുന്നേ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? പർച്ചേസ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതിനുള്ള കാര്യങ്ങളൊക്കെ വിശദമായിട്ട് ആ വീഡിയോയിൽ പറയാമെന്ന് വിചാരിക്കുന്നു. നിങ്ങളെല്ലാവരും ഒന്ന് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. കാരണം ഈ GST ആയിട്ട് ബന്ധപ്പെട്ട് സാധാരണക്കാരായിട്ടുള്ള നമ്മുടെ ആളുകൾക്കും അതുപോലെ തന്നെ ബിസിനസ് ചെയ്യുന്ന ആളുകൾക്കും അല്ലെങ്കിൽ നമുക്കതിനകത്ത് എന്തെങ്കിലും പർച്ചേസ് ചെയ്യാനുണ്ട് അതിൻ്റെ ബെനിഫിറ്റിനെ കുറിച്ച് അറിയേണ്ട ആളുകൾക്കും പ്രൊഫഷണൽസിനും അതുപോലെ തന്നെ അക്കൗണ്ടൻ്റ് ആയിട്ടിരിക്കുന്ന ആളുകളുണ്ടാവുമല്ലോ, അതായത് ഈ സ്ഥാപനങ്ങളിൽ അക്കൗണ്ട്സിലിരിക്കുന്ന ആൾക്കാരും അതുപോലെ തന്നെ GST എങ്ങനെ കളക്ട് ചെയ്യണം, ഏത് എമൗണ്ട് കളക്ട് ചെയ്യണം. കാരണം 2 എമൗണ്ട് വരും. 18% ഉണ്ടായിരുന്നിട്ടുണ്ടാവും, 28% നേരത്തെ എമൗണ്ട് ഉണ്ടാവും. അപ്പോൾ ഈ 2 എമൗണ്ടിൽ ഏത് എമൗണ്ടാണ് കളക്ട് ചെയ്യേണ്ടതെന്നൊക്കെ ഉള്ള ഒരു ധാരണ പ്രശ്നങ്ങൾ ഇപ്പോൾ നിലവിലുള്ള അക്കൗണ്ടന്റുമാർക്കെല്ലാം ഉണ്ടാവും. അതെല്ലാം സാധൂകരിക്കുന്ന രീതിയിൽ നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ടാവും. അതുപോലെ തന്നെ ചില സാധനങ്ങൾക്ക് വില കൂടുന്നു ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ. ഈ വില കൂടുന്ന സാധനങ്ങൾ നമുക്ക് ശരിക്കും വേണമെങ്കിൽ ഈ ഒരു പർട്ടിക്കുലർ പീരീഡിന് മുമ്പേ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ പഴയ റേറ്റിൽ നമുക്ക് വാങ്ങാൻ കഴിയും. അപ്പോൾ അങ്ങനെയുള്ളതൊക്കെ എങ്ങനെ വാങ്ങണം അല്ലെങ്കിൽ അതിലേക്ക് എന്തൊക്കെ വഴികളുണ്ട് എന്നുള്ളതിനെ കുറിച്ചുള്ള വിശദമായ വീഡിയോസ് ഇനി ഇതിന് കൂടൊപ്പം വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക. ഓക്കെ, നമ്മൾ പറഞ്ഞു വന്ന പ്രധാനപ്പെട്ട കാര്യം GSTയുടെ റേറ്റ് ചേഞ്ച് ചെയ്യുന്നു എന്നുള്ളതാണ്. 28% നിന്നുള്ള സാധനങ്ങൾ 18% കൊണ്ടുവരുന്നു. 18% ചില ഐറ്റംസ് റെഡ്യൂസ് ചെയ്തിട്ടുണ്ട്, ടാക്സ് എമൗണ്ട് റെഡ്യൂസ് ചെയ്തിട്ടുണ്ട്, 5% ആക്കിയിട്ടുണ്ട്. ഇനി ഇതിൽ പ്രധാനമായിട്ട് പറയാനുള്ളൊരു കാര്യമാണ് നമ്മുടെ ഇൻഷുറൻസിനെ കുറിച്ചുള്ളത്. അപ്പോൾ നമ്മളൊരു പേഴ്സണൽ ഇൻഷുറൻസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നേരത്തെ 18% GST ഉണ്ടായിരുന്നു, ഇനി അത് 0% ആണ്. അത് ശരിക്കും വളരെ സാധാരണക്കാർക്ക് ഭയങ്കരമായിട്ട് ഗുണം ചെയ്യുന്ന ഒരു കാര്യമാണ്. അതായത് ഒരാൾ ഇൻഷുറൻസ് എടുക്കാൻ പോകുമ്പോൾ GST എമൗണ്ടൂടെ ഗവൺമെൻറ്റിലോട്ട് കൊടുക്കണം എന്നുണ്ടായിരുന്നത് ഇനി GST എമൗണ്ട് കൊടുക്കണ്ട, ഇൻഷുറൻസിൻ്റെ പ്രീമിയം വാല്യൂ മാത്രം കൊടുത്താൽ മതി. അപ്പോൾ ഈ പ്രീമിയം വാല്യൂ കൊടുക്കുമ്പോൾ നമ്മുടെ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം കുറച്ചുകൂടി അയാൾക്ക് ആ ഒരു ഇൻഷുറൻസ് എടുക്കാനുള്ള, അതായത് ലൈഫിനെ കവർ ചെയ്യുന്ന ഒരു കാര്യമാണല്ലോ ഇൻഷുറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഇൻഷുറൻസ് എടുക്കാനുള്ള ഒരു ടെൻഡൻസി കൂടുതലായിട്ട് ഉണ്ടാകും. അതുപോലെ നമുക്ക് ഒരുപാട് നിത്യ ഉപയോഗ സാധനങ്ങൾ 5% നിന്ന് 0%-ലോട്ടൊക്കെ ആക്കിയിട്ടുണ്ട്. ഞാൻ വിശദമായി റെഡ്യൂസ് ആയ എല്ലാ ലിസ്റ്റും ഞാൻ പറയുന്നില്ല. നിങ്ങൾക്ക് അങ്ങനെ ഒരു ലിസ്റ്റ് അറിയണമെന്ന് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ വാട്സപ്പ് നമ്പർ ഇതിൽ ചൂടെ കൊടുക്കാം. അപ്പോൾ നമ്മുടെ ആ നമ്പറിലേക്ക് നിങ്ങളൊന്ന് മെസ്സേജ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ എക്സ്പ്ലെയിൻഡ് ആയിട്ടുള്ള ലിസ്റ്റ് ഞങ്ങൾ അയച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് ഏതൊക്കെ പ്രോഡക്റ്റുകളാണ് ചേഞ്ച് വന്നിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ആ വാട്സപ്പ് നമ്പറിലോട്ടൊന്ന് കോൺടാക്ട് ചെയ്താൽ മതിയാകും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ ലിസ്റ്റും ലഭിക്കും. നിങ്ങളുടെ കാര്യങ്ങൾ കമ്പാരിസൺ ചെയ്യുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റുന്ന അല്ലെങ്കിൽ പെട്ടെന്ന് എല്ലാവർക്കും ഒന്ന് മനസ്സിലാകുന്ന തരത്തിലുള്ള കുറച്ച് പോയിന്റുകൾ മാത്രമാണ് പറയുന്നത്. ഒന്നാമത്തത് പറഞ്ഞത് ഈ പേഴ്സണൽ ലൈഫ് ഇൻഷുറൻസ് പോലുള്ള കാര്യങ്ങളാണ്. രണ്ടാമത്തത് വാഹനങ്ങളിൽ വന്ന ഡിഫറൻസ് ആണ്. വാഹനങ്ങളിൽ ഡിഫറൻസ് വന്നിരിക്കുന്നത് ഞാൻ നേരത്തെ ഓൾറെഡി പറഞ്ഞു. എന്താണ്, 28% നിന്ന് 18% കുറച്ചു. അത് 4 മീറ്ററിന് താഴെ ഉള്ള ലെങ്തുള്ള കാറുകൾക്കും 350cc താഴെയുള്ള ബൈക്കുകൾക്കും 2 വീലേഴ്സിനുമാണ് ഈ പറഞ്ഞ റിഡക്ഷൻസ് ലഭിക്കുക. ഇതിന് മുകളിലോട്ടുള്ള എല്ലാ വാഹനങ്ങളെയും 40% എന്നുള്ള സ്പെഷ്യൽ റേറ്റ് കാറ്റഗറിയിലോട്ട് കൊണ്ടുപോയി. അപ്പോൾ ഈ സ്പെഷ്യൽ റേറ്റ് കാറ്റഗറിയിലോട്ട് കൊണ്ടുപോകുന്ന ഐറ്റംസ് അവർ ലക്ഷറി ടാക്സ് പോലെയാണ് അത് ട്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ലക്ഷറി ടാക്സിൽ വരുന്ന ഒരു കാര്യം വാഹനമാണ്. രണ്ടാമത് ലോട്ടറി പോലുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ലോട്ടറിയൊക്കെ എന്ത് ചെയ്തു, 40%-ലോട്ട് കൊണ്ടുവന്ന് 2 വീലേഴ്സ് 350cc മുകളിലുള്ളവരെ ഈ പറഞ്ഞ എമൗണ്ടിലോട്ട് കൊണ്ടുവന്നു. അതായത് 40% റേറ്റിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ ഈ 40% റേറ്റിൽ വരുമ്പോൾ കാറുകളെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടാക്സ് എമൗണ്ട് 28% ആയിരുന്നുവെങ്കിലും സെസ് എമൗണ്ട് വളരെ കൂടുതലായിരുന്നു. അതായത് 50-ന് മുകളിൽ പെർസെൻറ്റേജ് ഉണ്ടായി. ഞാൻ മറ്റു വീഡിയോയിൽ ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് വരുന്ന വാഹനങ്ങളെ സംബന്ധിച്ചുള്ള GST റിഫോംസിനെ കുറിച്ചിട്ടുള്ള വീഡിയോയിൽ ഇത് ഞാൻ മുഴുവനായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് വിത്ത് കാൽക്കുലേഷൻ. സോ അതുകൊണ്ട് കാറുകളെ സംബന്ധിച്ചിടത്തോളം ഈ 40% അത്ര കൂടുതലാണെന്ന് എനിക്ക് പറയാൻ കഴിയില്ല. കാരണം സെസ് എമൗണ്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിനെ കുറിച്ച് ഇതുവരെ യാതൊരുവിധ ഇതും ലഭിച്ചിട്ടില്ല. സെസ് എമൗണ്ട് പൂർണ്ണമായും മാറ്റുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന ധാരണ. ഞാൻ ഒന്നുകൂടെ ചുരുക്കി പറയാം എന്താണ് നെക്സ്റ്റ് ജെൻ GST എന്നുള്ളത്.
എക്സിസ്റ്റിങ്ങിനായിട്ടുണ്ടായിരുന്ന GST റേറ്റുകളിൽ നിന്ന് ചില റേറ്റുകളെ കട്ട് ചെയ്തു. നിലവിൽ 5%-ഉം 18%-ഉമാണ് നിലനിർത്തിയത്. അതായത് 12%-ഉം 28%-നെ കട്ട് ചെയ്തു. അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങൾ കൂടുന്നതിന് പകരം കുറയുകയാണ് ചെയ്തത്. അതിൽ സ്പെഷ്യൽ റേറ്റിൽ വരുന്ന 40% എന്ന് പറഞ്ഞ റേറ്റിലും കൂടെ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. അത് മാക്സിമം റേറ്റാണ്. GSTയുടെ നിയമപ്രകാരം മാക്സിമമായി അല്ലെങ്കിൽ മാക്സിമം ഇന്ത്യയിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുന്ന റേറ്റ് 40%. ആ 40% നമ്മുടെ ലക്ഷറി ടാക്സ് പോലെ ട്രീറ്റ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഇതിന് മുകളിൽ സെസ് എമൗണ്ട് ഉണ്ടാകില്ല എന്നാണ് നമുക്ക് ലഭിക്കുന്ന അറിവ്. ഇപ്പോൾ കേരളം പോലുള്ള സംസ്ഥാനങ്ങൾ ഈ GST റേറ്റ് കുറയുമ്പോൾ വരുമാനം കുറയുന്നു എന്നുള്ള രീതിയിൽ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അപ്പം അങ്ങനെ റവന്യൂ കുറയുന്നതിന് മുകളിൽ സ്പെഷ്യൽ സെസ് എമൗണ്ട് വേണമെന്നൊക്കെ അഡീഷണൽ ആവശ്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഞാൻ രണ്ടാമത് പറഞ്ഞു വന്ന കാര്യം. നമുക്ക് ഗവൺമെൻറ് കുറച്ച GST റേറ്റ് നമ്മളിൽ കിട്ടാതിരിക്കാനുള്ള രണ്ട് കാരണങ്ങളൊന്നും നമ്മുടെ ഗവൺമെൻറ്റാണ്, സ്റ്റേറ്റ് ഗവൺമെൻറ്റാണ്. അതായത് സെൻട്രൽ ഗവൺമെൻറ്റാണ് നമ്മുടെ GSTയുടെ റേറ്റുകൾ കുറയ്ക്കുന്നത്. സെൻട്രൽ ഗവൺമെൻറ് GSTയുടെ പെർസെൻറ്റേജ് കുറയ്ക്കുന്നു. പക്ഷേ സ്റ്റേറ്റ് ഗവൺമെൻറ് നിലവിൽ അത് അക്സെപ്റ്റ് ചെയ്തേ മതിയാവൂ. പക്ഷേ അവർക്ക് കിട്ടുന്ന റവന്യൂ കുറയുന്നു എന്നുള്ള രീതിയിൽ റവന്യൂ കുറയുമ്പോൾ അതിലൊരു പരിഗണനയായിട്ട് അഡീഷണൽ സെസ് ആയിട്ടോ സംതിങ് ചാർജ് ചെയ്യണമെന്ന് നമ്മുടെ ഗവൺമെൻറ്റൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെൻറ്റുകൾ ഏതെങ്കിലും തരത്തിൽ സെസ് എമൗണ്ട് ചാർജ് ചെയ്യുകയാണെങ്കിൽ, ഉദാഹരണം പറയാം, ഞാനിത് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ്, അങ്ങനെ ഒരു ഇനിഷ്യേറ്റീവ് ഉണ്ട് എന്നല്ല. 28% ഉണ്ടായിരുന്ന ഒരു ഐറ്റം 18% കുറഞ്ഞു. ഗവൺമെൻറ് 10% സെസ് കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ പബ്ലിക്കിനെ സംബന്ധിച്ചൊരു പ്രത്യേകിച്ച് മാറ്റമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇതാണ് ഈ ഗവൺമെൻറ് കാരണം നമുക്ക്, അതായത് GSTയിലുള്ള കുറവ് സ്റ്റേറ്റ് ഗവൺമെൻറ് കാരണം നമുക്ക് പബ്ലിക്കിന് കിട്ടാതെ വരും. അപ്പോൾ നമ്മുടെ കേരള ഗവൺമെൻറ് അതിൻ്റേതായിട്ടുള്ള ചർച്ചകൾ നടത്തുന്നുണ്ട്. അത് വളരെ ആളുകൾക്ക് ബുദ്ധിമുട്ടാകുന്ന രീതിയിൽ ഉള്ള അഡീഷണൽ സെസ് ഒന്നും ഏൽപ്പിക്കില്ല അല്ലെങ്കിൽ കൊണ്ടുവരില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അങ്ങനെ കൊണ്ടുവരികയാണെങ്കിൽ ഈ GST റിഫോംസ് കൊണ്ട് കേരളത്തിൽ പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടാകില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം നമ്മുടെ ഒരു പർച്ചേസ് നടക്കുമ്പോൾ GST എമൗണ്ട് കുറയുന്നതനുസരിച്ച് വില കുറയും. ഇപ്പോൾ വാല്യൂ കുറയുമ്പോൾ സ്വാഭാവികമായിട്ടും പർച്ചേസ് ചെയ്യാനുള്ള ടെൻഡൻസി കൂടും. ഓക്കെ, ഇപ്പോൾ ഉദാഹരണത്തിൽ നമുക്ക് ടെലിവിഷനൊക്കെ 28% ആയിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഇനി ആളുകൾ 18% വരുമ്പം സ്വാഭാവികമായിട്ടും അവരുടെ പ്രൈസ് റേഞ്ചിലോട്ട് വരും. അപ്പോൾ ആ പ്രൈസ് റേഞ്ചിലോട്ട് വരുന്ന സമയത്ത് പർച്ചേസിൻ്റെ അളവ് കൂടുകയായിരിക്കും ചെയ്യുക. അപ്പം സ്വാഭാവികമായിട്ടും റേറ്റ് കുറയുമ്പോൾ പർച്ചേസ് കൂടുന്നു പറയുന്നൊരു ടെൻഡൻസി വരും. പർച്ചേസ് കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും ടാക്സ് എമൗണ്ട് കൂടുക തന്നെ ചെയ്യും. അപ്പം അങ്ങനെ വരുമ്പോൾ ഈ പറഞ്ഞ ഗവൺമെൻറ്റിൻ്റെ റവന്യൂ കുറയും എന്ന് പറയുന്നൊരു കൺസെപ്റ്റ് ഒരു ടെമ്പററിയാണ്. ഓക്കെ, അപ്പം നിലവിൽ GST വന്ന സമയത്ത് ഞാൻ പറഞ്ഞു, GST ഇംപ്ലിമെൻ്റ് ചെയ്ത സമയത്ത് ഞങ്ങൾ എക്സ്പെക്റ്റ് ചെയ്തിരുന്ന ടാക്സ് റേറ്റിനേക്കാളും കൂടുതലായിരുന്നു പല ഐറ്റത്തിൻ്റെയും. അപ്പോൾ അതിൽ ഒരു വട്ടം അതെല്ലാം പല കാര്യങ്ങളും 18% കുറച്ചിരുന്നു. അതുപോലെ മറ്റൊരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയതാണ്, സിമെൻറ്റിൻ്റെ റേറ്റ് 28% നിന്ന് 18% കുറയും. അപ്പോൾ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് വലിയൊരു സംഭവമാണ്. അപ്പോൾ നമുക്ക് ബിൽഡിങ്ങുകളില്ലാതെ നമുക്ക് പറ്റില്ല. നമ്മുടെ കേരളം എന്ന് പറഞ്ഞാൽ വികസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രീതിയാണുള്ളത്. അപ്പം ഒരുപാട് കൺസ്ട്രക്ഷൻ കാര്യങ്ങൾ വരുന്നുണ്ട്. എല്ലാവരും വീട് വയ്ക്കുന്നത്, സാധാരണക്കാരെല്ലാം ചെറിയൊരു വീടാണെങ്കിൽ പോലും നമുക്ക് സിമെൻറ്റ് ഉപയോഗിക്കാതെ വെക്കാൻ പറ്റില്ല. അപ്പോൾ ഇതെല്ലാം വലിയ റേറ്റ് ആയിരുന്നു. 28% വലിയ റേറ്റാണ്. 365 രൂപ ഉണ്ടായിരുന്ന സിമെൻറ്റ് പാക്കറ്റ് 18% വരുമ്പോൾ അതൊരു 330 രൂപ റേഞ്ചിൽ വരും. ഏകദേശം 30 രൂപയോളം ഡിഫറൻസ് ഉണ്ടാവും. അപ്പോൾ ആ ഡിഫറൻസുകൾ നമുക്ക് നമ്മുടെ മാർക്കറ്റിൽ കിട്ടുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മുടെ പർച്ചേസിങ് കപ്പാസിറ്റി കൂട്ടിക്കൊണ്ടിരിക്കും, നമ്മുടെ പർച്ചേസ് കൂട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇതാണ് മെയിനായിട്ട് വരുന്ന ടെൻഡൻസി. ഈ GST കുറവുകൾ, ഈ GST റേറ്റ് കുറയ്ക്കുന്നതോടെ പർച്ചേസിങ് കപ്പാസിറ്റി കൂട്ടുമെന്നാണ് ഞങ്ങളുടെ അസംഷൻസ്. അപ്പോൾ പർച്ചേസിങ് കപ്പാസിറ്റി കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും ഗവൺമെൻറ്റിൽ ലഭിക്കുന്ന GST കൂടുക തന്നെ ചെയ്യും. ഇപ്പോൾ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ ഒരുപാട് ടാക്സ് ഇവേഷൻസ് ഉണ്ട്. GST ഇവേഷൻസ് എന്ന് പറയുന്നത് ഭയങ്കരമാണ്. അതിൽ ഈ പറഞ്ഞ രജിസ്ട്രേഷൻ എടുക്കാതെ ബിസിനസ് ചെയ്യുന്ന ആൾക്കാർ ഒരുപാടുണ്ട്. ചില ഹോട്ടൽസിലൊക്കെ നിങ്ങൾക്ക് പോയാൽ മനസ്സിലാവും, അവിടെ ഓരോ വട്ടം ഓരോ ഗൂഗിൾ പേ ആണ്. അതായത് GST ലിമിറ്റ് വരാത്ത രീതിയിൽ അവരെന്ത് ചെയ്യും, അവരുടെ ഗൂഗിൾ പേയുടെ ഓരോരുത്തരുടെ പേര് മാറിക്കൊണ്ടിരിക്കും. പേര് മാറി അപ്പോൾ GST ഓഫീസേഴ്സിന് അത് കണ്ടുപിടിക്കാനും ബുദ്ധിമുട്ടാണ്. അവരങ്ങനെ ഇനിഷ്യേറ്റീവ് എടുത്ത് ഇങ്ങനെ ഇറങ്ങുന്നുമില്ല. അതുപോലെ തന്നെ GST വെട്ടിക്കുന്ന ഒരുപാട് രീതികൾ. അപ്പോൾ ഇതൊക്കെ ഗവൺമെൻറ്റിന് വേണമെങ്കിൽ ഒന്ന് വളരെ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരുപാട് അഡീഷണൽ നഷ്ടപ്പെട്ടു പോകുന്ന റവന്യൂസ് GST ആയിട്ട് ഗവൺമെൻറ്റിന് കളക്ട് ചെയ്യാൻ കഴിയും. അങ്ങനെ ചെയ്യുന്നതിന് പകരം നമ്മുടെ GST റേറ്റ് കുറയ്ക്കുന്നതിന് എതിരായിട്ട് വരിക എന്ന് പറയുന്നത് അത് ശരിക്കും സാധാരണക്കാർക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് വരുന്ന ഒരു കാര്യമായിട്ടാണ് എൻ്റെ ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം. ഇനി രണ്ടാമത്തെ ഒരു വലിയൊരു പ്രശ്നം, അത് ഞാനൊരു നെക്സ്റ്റ് ഒരു വലിയൊരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യമാണ്. അതായത് നമ്മുടെ ഗവൺമെൻറ് GST കുറച്ചു,
ഇപ്പോൾ സ്റ്റേറ്റ് ഗവൺമെൻറ് സെൻട്രൽ ഗവൺമെൻറ് എല്ലാവരും അവർ ഒരു GST കുറയ്ക്കുന്ന ഒരു മാതൃകയിലോട്ട് എത്തിയെന്ന് വിചാരിക്കുക, GST കുറച്ചു. പക്ഷേ ഇത് സാധാരണക്കാരിൽ എത്താതിരിക്കാനുള്ള ഒരു കാര്യം ഇതിൻ്റെ ഇടയിൽ നിൽക്കുന്ന ബിസിനസ്സുകാരാണ്. ഓക്കെ, എന്നെ അറിയാവുന്ന പലർക്കും അറിയാം, ഞാനൊരു ബിസിനസ് കൺസൾട്ടൻ്റ് ആണ്. അപ്പോൾ ബിസിനസ്സുകാരെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്, ബിസിനസ്സുകാർക്ക് അവരുടെ ഗ്രോത്തിന് വേണ്ടിയിട്ട് സംസാരിക്കുന്ന ഒരാളാണ്. പക്ഷേ ഞാൻ ഇപ്പോൾ സംസാരിക്കുന്നത് തികച്ചും ഡിഫറൻ്റ് ആണ്, തികച്ചും നമ്മുടെ സാധാരണക്കാർക്ക് വേണ്ടി സംസാരിക്കുന്നതാണ്. കാരണം ബിസിനസ്സുകാരുടെ അവർ ചെയ്യുന്ന ഒരു കാര്യം, അതായത് 128 രൂപ ഉണ്ടായിരുന്ന ഒരു പ്രോഡക്റ്റ് അത് 18% ടാക്സ് കുറയുമ്പോൾ നമുക്ക് ലഭിക്കേണ്ട 118 രൂപയ്ക്കാണ്. അപ്പോൾ 10 രൂപയുടെ ഡിഫറൻസ് അവിടെ ഉണ്ടാവണം. അങ്ങനെ 10 രൂപയുടെ ഡിഫറൻസ് കൊടുക്കാതെ 128 രൂപ നെറ്റ് വരുന്ന രീതിയിലോ അല്ലെങ്കിൽ 120 രൂപ ചെറിയൊരു ഡിഫറൻസ് വേരിയേഷൻ വരുത്തി 125 രൂപയോ ഒക്കെ ആക്കി ഇവരെന്ത് ചെയ്യുമെന്ന് അറിയാമോ, ഇവരുടെ പ്രോഫിറ്റ് കൂട്ടും. ഗവൺമെൻറ്റിലേക്ക് കൊടുക്കേണ്ട ടാക്സ് എമൗണ്ട് കുറഞ്ഞു, പക്ഷെ ആ കുറവ് പബ്ലിക്കിലേക്ക് എത്താതെ ഈ എമൗണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് ആ പ്രൈസിൽ അവർ ഹൈക്ക് ഉണ്ടാക്കി പബ്ലിക്കിന് കൊടുക്കും. അപ്പോൾ ഇങ്ങനൊരു ഒരു സിറ്റുവേഷൻ നമ്മൾ ഇനി കാണാൻ കിടക്കുന്നു. അപ്പോൾ അതെന്ത് ചെയ്യണം? അപ്പോൾ നമ്മളൊരു സാധാ പബ്ലിക് ഒരു പേഴ്സണാണ്, നമുക്കതിനെ അഗെയിൻസ്റ്റ് ആയിട്ട് പ്രവർത്തിക്കാനുള്ള ഓപ്ഷനുണ്ട്. അതിനെ നമ്മൾ ആൻറ്റി പ്രോഫിറ്റിംഗ് എന്ന് പറയുന്നത് GST തന്നെ വരുന്ന ഒരു മെത്തേഡ് നമുക്ക് ഉണ്ട്. അതായത് ഒരാൾ GST റേറ്റ് കുറയുന്നതിനനുസരിച്ച് GST എമൗണ്ട് കുറയുന്നതിനനുസരിച്ച് നമ്മുടെ അതിൻ്റെ ബെനിഫിറ്റ് ഗവൺമെൻറ് സാധാരണക്കാർക്ക് കൊടുക്കുന്ന ബെനിഫിറ്റ് അവർ പ്രോഫിറ്റായിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് അതിൻ്റെ ഫൈന്, പെനാൽറ്റി തുടങ്ങിയവ നമുക്ക് വാങ്ങിക്കൊടുക്കാൻ പറ്റും. അപ്പോൾ അതിനൊരു ചെറിയൊരു ഉദാഹരണം പറയാം, നിങ്ങൾ ഫുൾ വീഡിയോ കാണുക. നെക്സ്റ്റ് ഞാൻ അതിൻ്റെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ചെറിയൊരു ഉദാഹരണം പറയാം, വേറെ ഒന്നുമല്ല. ഇപ്പോൾ നമ്മൾ ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുകയാണ്, ഈ പറഞ്ഞ ടാക്സ് ഡിഫറൻസിന് മുന്നേ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് ലഭിക്കുന്ന ഇൻവോയ്സും നമ്മൾ ഈ പ്രോഡക്റ്റിൻ്റെ റേറ്റ് GST റേറ്റ് ചേഞ്ചസ് വരുത്തിയ ശേഷം ലഭിക്കുന്ന ഇൻവോയ്സ് നമ്മൾ നിങ്ങൾക്ക് പരിശോധിക്കാം. നിങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങുന്ന റേറ്റ് സെയിം റേറ്റ് ആണെങ്കിൽ, ഈവൻ MRP ഫുൾ ആണെങ്കിൽ പോലും, അതായത് GST കൂടിയുന്ന സമയത്ത് വലിയ എമൗണ്ട് MRP ഉണ്ടാവും, പിന്നീട് അതേ MRP തന്നെ അവർ സെയിൽ ചെയ്യും. അപ്പോൾ റീറ്റെയിലേഴ്സ് പറയുന്ന ഒരു കാര്യമായിരിക്കും, എന്താണ്, MRP ഉണ്ട്, ഞങ്ങൾ MRPക്കുള്ളിലാണ് വാങ്ങുന്നത്. പക്ഷേ നിങ്ങളുടെ കയ്യിൽ നിങ്ങൾക്ക് മുന്നേ വാങ്ങിയ ഇൻവോയ്സ് നിങ്ങളുടെ കയ്യിലുണ്ട്, പിന്നീടുള്ള ഇൻവോയ്സ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്കത് കേസ് കൊടുക്കാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് കംപ്ലയിൻറ്റ് ചെയ്യാൻ പറ്റും. അതെങ്ങനെ കംപ്ലയിൻറ്റ് ചെയ്യാൻ പറ്റും, എന്തൊക്കെയാണ് മെത്തേഡ്സ് എന്നുള്ളത് ഞാൻ ആ വീഡിയോയിൽ വിശദമായിട്ട് പറയാം. അങ്ങനെ ഒരു ഇനിഷ്യേറ്റീവ് നമ്മുടെ കോമൺ പബ്ലിക്കിൻ്റെ ഇടയിൽ നിന്നുണ്ടായാൽ മാത്രമേ ഈ GSTയുടെ റിഡക്ഷൻ പബ്ലിക്കിന് ലഭിക്കുകയുള്ളൂ. ഇല്ലെങ്കിൽ ഇതിൻ്റെ ഇടയിൽ മിഡിൽ മാൻസ് വരും, മിഡിൽ മാൻസ് ഈ GSTയുടെ ബെനിഫിറ്റ് കൊണ്ടുപോകും. അപ്പം അങ്ങനെ കൊണ്ടുപോവുകയാണെങ്കിൽ തികച്ചും ഈ പറഞ്ഞ നെക്സ്റ്റ് ജെൻ GST എന്ന് പറയുന്നത് ഒരു ഉപയോഗമില്ലാത്ത ഒരു കാര്യമായിട്ട് മാറും. ഇനി നെക്സ്റ്റ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എല്ലാവരും ഒരു പ്രൈസ് ഹൈക്ക് ചെയ്യും. പ്രൈസ് ഹൈക്ക് ചെയ്യുന്നത് നമ്മൾ വിചാരിക്കും അവരുടെ പ്രോഡക്റ്റിൻ്റെ പ്രൈസ് ഹൈക്ക്. ആക്ച്വലി അങ്ങനെയല്ല. നമുക്ക് നമ്മുടെ ഒരു ബൈയിങ് കപ്പാസിറ്റി ഉണ്ടല്ലോ, ഇന്നൊരു പ്രോഡക്റ്റ് ഇത്ര രൂപയാണെന്ന് നമ്മുടെ മനസ്സിലുണ്ട്. അപ്പോൾ നമ്മുടെ മനസ്സിൽ നമ്മൾ സെറ്റാണ്. അപ്പോൾ അതുകൊണ്ട് അതിൽ നിന്ന് ചെറിയൊരു ഡിഫറൻസ് വരുത്തിയിട്ട് സെയിൽ ചെയ്താലും നമുക്കത് ലാഭമായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ശരിക്കും നമുക്ക് അത്ര ലാഭമല്ല, GST കുറയുമ്പോൾ വലിയ എമൗണ്ട് കുറയണം. പക്ഷേ ആ ഒരു പ്രോഫിറ്റ് മുഴുവനായിട്ട് നമുക്ക് തരാതെ ചെറിയ എമൗണ്ട് ലാഭം തന്ന് ബാക്കി പ്രോഫിറ്റ് അവരെടുക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവും. അപ്പം അങ്ങനെ സിറ്റുവേഷൻ ഉണ്ടാവാതിരിക്കണമെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മൾ കോമൺ ആയിട്ടുള്ള പബ്ലിക്ക് തന്നെ എന്ത് ചെയ്യണം, അത് കൈകാര്യം ചെയ്യണം. അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഇനിഷ്യേറ്റീവ് എടുക്കേണ്ടത് കോമൺ പബ്ലിക് തന്നെയാണ്. അപ്പം അങ്ങനെയുള്ള മാർഗ്ഗങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഞാൻ ബിസിനസ്സുകാരോട് റിക്വസ്റ്റ് ചെയ്യുന്നൊരു കാര്യമാണ്, നിങ്ങൾക്ക് GST ചേഞ്ചസ് കൊണ്ട് ഒരു നഷ്ടം ഉണ്ടാവില്ല. റേറ്റ് കുറഞ്ഞു എന്ന് പറയുന്നത് നമുക്ക് ഒരു നഷ്ടം ഉണ്ടാവില്ല. അതായത് 28% ഒരു പ്രോഡക്റ്റ് വാങ്ങിയിരിക്കുകയാണെന്ന് വിചാരിക്കുക, അയാൾ 18% റേറ്റിൽ ആ സാധനം വിൽക്കുകയാണെന്നെങ്കിലും വിചാരിക്കുക. അങ്ങനെ വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ 28% ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഉണ്ട്. GST മുഴുവൻ അയാൾക്ക് കൊടുത്തിട്ടുണ്ടാവും. അതായത് മുഴുവൻ GSTയും അയാൾക്ക് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ആയിട്ട് തിരികെ കൊടുത്തിട്ടുണ്ട്. സോ അയാൾ അടയ്ക്കാൻ പോകുമ്പോൾ 12% GST മാത്രം കൊടുത്താൽ മതി. അതുകൊണ്ട് ഒരിക്കലും ഒരു ബിസിനസ് സ്ഥാപനത്തിനും, അതായത് സ്ട്രേറ്റ് ഫോർവേഡായിട്ട് ബിസിനസ് ചെയ്യുന്ന ഒരു സ്ഥാപനത്തിനും ഈ GST ഡിഫറൻസ് കൊണ്ട് നഷ്ടമുണ്ടാകില്ല. ഓക്കെ, അപ്പോൾ ഇതിനെക്കുറിച്ചിട്ടുള്ള വിശദമായി തന്നെ ഞാൻ ആ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ അതിനെക്കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്താൽ മതി. കമൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതും കൂടെ ഉൾപ്പെടുത്തി ഞാൻ എന്ത് ചെയ്യാം, വീഡിയോ ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ ഒന്ന് കൺക്ലൂഡ് ചെയ്യുകയാണ്. ഞാൻ 3 കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പറഞ്ഞത്. ഒന്നാമത്തെ കാര്യം GST റേറ്റ് റിഡക്ഷനാണ്. റേറ്റ് റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ അതായത് നിലവിൽ എക്സിസ്റ്റിംഗ് ആയിട്ടുണ്ടായിരുന്ന GST റേറ്റുകൾ പലതും ഒഴിവാക്കി. അപ്പോൾ കുറഞ്ഞ റേറ്റിലോട്ട് GST വന്നു. ചില കാര്യങ്ങൾ സ്പെഷ്യൽ ലക്ഷറി ടാക്സ് എന്നുള്ള രീതിയിൽ 40%
മനസ്സിലാക്കി. അത് കഴിഞ്ഞ് പറഞ്ഞ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഗവൺമെൻറ് സെസ്സോ കാര്യങ്ങളോ അത് നമുക്കൊന്നും ചെയ്യാനില്ല. അത് ഗവൺമെൻറ് തന്നെ ഡിസിഷൻ എടുക്കണം, ഗവൺമെൻറ് തന്നെ തീരുമാനം എടുക്കണം. അവർ അഡീഷണൽ സെസ്സായിട്ടോ എമൗണ്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ബെനിഫിറ്റ് പൂർണ്ണമായും നമുക്ക് ലഭിക്കാതെ വരും. ആ ബെനിഫിറ്റ് കുറേയും കൂടെ ഗവൺമെൻറ്റിലോട്ട് പോകും. നെക്സ്റ്റ് വരുന്നത് ഈ പറഞ്ഞ നമ്മുടെ ബിസിനസ്സുകാർ നമ്മുടെ ഈ ലഭിക്കേണ്ട, അതായത് സാധാരണക്കാർക്ക് ലഭിക്കേണ്ട GSTയുടെ ബെനിഫിറ്റ് അവരായിട്ട് എടുക്കും. അപ്പം അതൊരു ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. ഞാൻ ഒന്നുകൂടെ പറയുകയാണ്, ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അങ്ങനെ ചെയ്തുകൊണ്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ ബെനിഫിറ്റ് കോമൺ പബ്ലിക്കിന് കിട്ടില്ല. ഇനി നിങ്ങൾ ഒന്ന് ആലോചിക്കുക, നമുക്ക് ഇപ്പോൾ ഒരു 128 രൂപ ഉണ്ടായിരുന്ന പ്രോഡക്റ്റ് നമുക്ക് 118 രൂപയ്ക്ക് നമുക്ക് ഒരു വർഷം കിട്ടുകയാണെന്ന് വിചാരിച്ചോളൂ. ഒരു വർഷം കിട്ടിക്കൊണ്ടിരുന്നിട്ട് വീണ്ടും അവർ വില കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വലിയ പ്രശ്നം വരില്ല. 118 എന്നുള്ളത്, അല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് നോട്ട് ചെയ്യും, 118 എന്നുള്ളത് 119 ആക്കുമ്പോൾ നമുക്കറിയാതെ പ്രോഡക്റ്റിൻ്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്താണെന്നുള്ളത്. ഇപ്പോഴെന്ന് പറയുമ്പോൾ നമ്മൾ 128 ബൈയിങ് കപ്പാസിറ്റിയിൽ നിൽക്കുന്നതാണ്. അപ്പോൾ 128 ബൈയിങ് കപ്പാസിറ്റി നിൽക്കുന്ന സാധനം 125 ആക്കുകയാണെന്നുണ്ടെങ്കിൽ 128 ബൈയിങ് കപ്പാസിറ്റി 125 നമ്മളെ സംബന്ധിച്ചിടത്തോളം 3 രൂപ ലാഭമാണെന്ന് നമ്മൾ വിചാരിക്കുക. ഓക്കെ, പക്ഷേ അവരെന്ത് ചെയ്യുന്നു, അഡീഷണൽ ആയിട്ട് നമുക്ക് കിട്ടേണ്ട 10 രൂപയിൽ 7 രൂപ അവരെടുക്കും. ഓക്കെ, അപ്പം അങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടി നമ്മൾ കോമൺ പബ്ലിക് തന്നെ ശ്രമിക്കുക. ബിസിനസ്സുകാരോട് ഞാൻ വീണ്ടും റിക്വസ്റ്റ് ചെയ്യുന്നു, അങ്ങനെ ഒരു ഇനിഷ്യേറ്റീവ് നിങ്ങൾ എടുക്കാതിരിക്കുക. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ജെൻ GST കുറിച്ചിട്ടുള്ള ഒരു സീരീസ് ഓഫ് വീഡിയോസാണ് നമ്മൾ അപ്ലോഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൽ ഓരോ വീഡിയോസിലും ഓരോ സബ്ജക്റ്റ് ആയിരിക്കും നമ്മൾ സംസാരിക്കുക. നിങ്ങൾ എന്തായാലും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന വീഡിയോസ് തന്നെ ആയിരിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ കമൻറ്റിൽ നിങ്ങൾക്ക് രേഖപ്പെടുത്താം. അതനുസരിച്ച് ഞാൻ എന്ത് ചെയ്യാം, വീഡിയോസിനകത്ത് കാര്യങ്ങൾ ഉൾപ്പെടുത്താം.